Thank you, Jesus. വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, a family's journey to holiness. പ്രഭാഷകൻ 25:1 ഈ വചനത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ലയം. ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയൊക്കെ പറയുന്നത്, പ്രായം കൂടും തോറും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരേപോലെയാകും. അവരെ കാണാനും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ രീതികൾ എല്ലാം ഒരേപോലെയാവും. അത്രമാത്രം അവർ ലയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് അത്രയും തന്നെ പ്രായം കൂടി ലയിച്ച് ഇന്ന് ഇരിക്കുന്ന നമുക്ക് പറ്റിയ ആൾക്കാരാണ് ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനായിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് അങ്കിളും ലിസാൻഡിയാണ്. വെൽക്കം അങ്കിൾ, വെൽക്കം ആൻറ്റി. ഈ ടോപ്പിക്ക് നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ മാച്ചിങ് ആയിട്ട് ഇട്ട് വന്നതാണോ രണ്ടുപേരും ലയം കാണിക്കാനായിട്ട്? എന്തായാലും കൊള്ളാം. വാസ്തവത്തില് നമ്മൾ പുറമേ കാണുന്നതിലല്ല ലയം ഇരിക്കുന്നത്, കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു കാര്യം. പുറമേ നമുക്ക് എളുപ്പമുണ്ട്. ജോർജ് അങ്കിൾ, ശരിക്കും ഞങ്ങൾക്ക് ആസ് യങ് കപ്പിൾ ഞങ്ങൾ ഇത് ഒരു കോൺസെപ്റ്റായിട്ട് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതൊരു എക്സ്പീരിയൻസിൽ നിന്ന് ശരിക്കും ഈ ഒരു ലയം അത് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി തരാമോ? എനിക്ക് തോന്നുന്നത് ഈ ലയം എന്ന് പറയുമ്പോൾ രണ്ടു പേരും ഒരുപോലെയാകുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആയി മറ്റേയാൾ മാറുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു തരം ക്ലച്ച് പിടുത്തമാണ്. അപ്പോൾ ഒരു കുഴിയും ഒരു കുന്നും ഇത് തമ്മിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഈ ക്ലച്ച് വാസത്തിൽ പിടിച്ച് കയറുന്നത്. അതല്ലാതെ അത് പിടിക്കാതെ വരുമ്പോൾ തെന്നിപ്പോവും, വണ്ടി മുമ്പോട്ട് പോകില്ല. കുടുംബത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരാളിനെ നന്നാക്കാനുള്ള ഒരു ശ്രമത്തേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു അയാൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അയാളോട് ചേർന്ന് എങ്ങനെ പോകാനാവും. സോ ദാറ്റ് ഒരു കോമൺ എയിമുണ്ട്, ഈ കുടുംബത്തെ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോവുക. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിനകത്ത് രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിവാഹമാണ് എൻ്റെ ജീവിതാന്തസ്സെന്ന് ഞാൻ വളരെ താമസിച്ചാണ് തിരിച്ച് അറിയുന്നത്. പക്ഷേ അറിഞ്ഞ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് കുടുംബജീവിതത്തിന് വേണ്ട യോഗ്യതകളില്ല, പല പ്രശ്നങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്, ഇത് കുടുംബജീവിതം ശരിയാവില്ല. അതുകൊണ്ട് അങ്ങനെയാണ് നീ വിളിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അവളെ ഒന്ന്, എവിടെയാണെന്നറിയത്തില്ലാത്ത അവളെ ഒന്ന് ശരിയാക്കിയേക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു ദിവസം എന്നോട് ഒരു ഇതിൻ്റെ പ്രാർത്ഥന വളരെ നന്നായിരിക്കുന്നു. കാരണം കുടുംബജീവിതത്തെ ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യം അവൾക്കറിയത്തില്ല. അവളെങ്ങോട്ടാണ് നന്നാകേണ്ടതെന്നും അവൾക്കറിയില്ല. അവൾ അറിയാത്തൊരു കാര്യം അവൾ ചെയ്യുകയില്ല. അവളുടെ സമ്മതമില്ലാതെ അവളുടെ ജീവിതത്തിൽ എനിക്ക് ഇടപെടാനും ആവില്ല. അതുകൊണ്ട് എൻ്റെ മോനെ നിൻ്റെ പ്രാർത്ഥന കൊള്ളാം, പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. അപ്പോഴാണ് എനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ മണ്ടത്തരം മനസ്സിലാകുന്നത്. ഞാൻ മാറുക എന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ കാര്യമുള്ളൂ, മറ്റേയാൾ മാറുക എന്നുള്ളതിൽ അർത്ഥമില്ല. പക്ഷെ അന്നോട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന മാറ്റി. പക്ഷേ ദൈവം സ്വീകരിച്ച് ചെയ്ത പ്രാർത്ഥനയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എന്നെ സ്വീകരിക്കുന്ന ഒരാളെ ദൈവം എനിക്ക് തരികയായിരുന്നു ചെയ്തത്. ഒരുപക്ഷെ അത് എങ്ങനെയായിരിക്കും അത് സംഭവിച്ചതെന്ന് ആയിരിക്കും പറയാൻ പറ്റും. ഇപ്പോഴത്തെ പോലെ വിവാഹം കഴിഞ്ഞ് ഫോണിൽ കൂടെ വിവാഹത്തിന് മുൻപ് ഫോണിൽ കൂടിയുള്ള സംസാരമോ അങ്ങനെയൊന്നുമില്ല. അന്ന് കണ്ടതല്ലാതെ സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ
ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നതും ആളുടെ രീതിയൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നതും. അപ്പം കുറേ കഴിഞ്ഞ് കുറച്ച് ആദ്യമൊക്കെ വളരെ സന്തോഷത്തോടെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആള് ഭയങ്കര മുൻകോപക്കാരനാണെന്ന്. ഞാൻ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ്. എനിക്ക് ഭയങ്കര പേടിയോ ദേഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു പേടിയുള്ള കാര്യമാണ്. അപ്പം ഞാൻ ആപ്പാടെ വിഷമിച്ച് തമ്പുരാനോട് പറഞ്ഞു ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഒത്തിരി വിഷമിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം ദൈവം എനിക്ക് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്നു. ഇപ്പൊ അങ്ങനെയാണ് പോകുന്നത്. അല്ല, അതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം വ്യക്തമായെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ കോപം മാറിയിട്ടും പറ്റില്ല, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പിടികിട്ടി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 30 കൊല്ലം കഴിഞ്ഞു, 31 കൊല്ലമായി. പക്ഷെ അതുപോലെ തന്നെ വേറൊരു വശവും കൂടി ഉണ്ടോ. ഇതൊരു വശമാണ്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ നല്ല ഭേദപ്പെട്ട ഒരു പുകവലിക്കാരനായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം പുകവലിക്കുന്ന ഒരാളുടെ സാമീപ്യം നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഇപ്പോൾ എനിക്കറിയാം. അന്ന് എനിക്കറിയില്ലായിരുന്നെങ്കിലും. പക്ഷെ ഒരിക്കൽ പോലും എന്നോട് പുകവലി നിർത്തണം അല്ല നിർത്തിയിട്ടല്ലാതെ ഇങ്ങോട്ട് അങ്ങനെ ഒരു കൽപ്പന പോലെയോ ഒരു റിക്വസ്റ്റ് പോലെയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വാസ്തവം. പക്ഷേ പ്രാർത്ഥിച്ചോണ്ടിരുന്നു. പക്ഷേ അത് ദൈവം മാറ്റി. അപ്പോൾ മാറ്റേണ്ടതിനെ ദൈവം മാറ്റിക്കൊള്ളും, അല്ലാത്തതിനെ ഒരു സ്വീകരിക്കുന്ന ഒരു മനോഭാവം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടരും കൂടെ ചെയ്യുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോഴെങ്കിലും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ഈ ഉപദേശം തേടി വന്ന ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യം. ഞാൻ വീട്ടിൽ പറഞ്ഞായിരുന്നു, ഇപ്പോൾ മദ്യപാനം നടത്തുന്നയാളാണെങ്കിലും ഞാൻ കല്യാണം കഴിച്ചു ഞാൻ അയാളെ ധ്യാനം കൂട്ടി നന്നാക്കി എടുക്കും. ഇതൊക്കെ ധീരതയൊക്കെ കൊള്ളാം, പക്ഷെ ഇത് നമുക്ക് ലക്ഷ്യമാക്കിയാൽ നടക്കുന്ന കാര്യമല്ല. അതേസമയം ആ പെൺകുട്ടിക്ക് ഇങ്ങനെ പറയാമായിരുന്നു, മദ്യപാനിയാണെങ്കിലും ഞാൻ സ്വീകരിക്കും, ഞാൻ തിരുത്തലിനും ബഹളത്തിനും പോകാതെ ഞാൻ സ്വീകരിക്കും. ഇത് നടക്കുന്ന കാര്യമാണ്. തിരുത്തുമെന്നുള്ളത് ദൈവത്തിന് മാത്രമേ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ലയം എന്ന് പറയുമ്പോൾ ഇതാണ്. ഒരു വാസ്തവത്തിൽ ലയം എന്നുള്ള വാക്ക് നമ്മൾ മ്യൂസിക്കിലാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള ഉപകരണങ്ങൾ അവിടെയുണ്ട് അല്ലേ. അത് വിൻ ടൈപ്പ് ഉണ്ട്, സ്ട്രിങ് ടൈപ്പ് ഉണ്ട്, റിത്തമുണ്ട്. ഇതെല്ലാ സംഗതികളും കൂടെ ഇരിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാവുന്ന ഒന്നാണ് ലയം, ആ മാജിക്. അത് അതേസമയം ഒരിക്കലും ഗിറ്റാർ ഫ്ലൂട്ടിൻ്റെ സ്വരം കേൾപ്പിക്കണമെന്ന് വാശി പിടിച്ചാൽ നടക്കില്ല. എന്നാൽ ഇതെല്ലാം തോന്നിയ പോലെ പോവുകയല്ല താനും. ഇതുപോലെ വാസ്തവത്തിൽ നമ്മുടെ കുടുംബത്തെ ഒരു ഹാർമണി, ഒരു 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 മ്യൂസിക്, ഒരു അതാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അവിടെ എൻ്റെ റോൾ എന്നതാണെന്ന് കണ്ടെത്തുക. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടി പ്രായോഗികമായിട്ട് നടക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ സഹായം എപ്പോഴും നമുക്കുണ്ടായിരിക്കുന്നത്. കാരണം ദൈവം ആണ് ഹാർമണിയുടെ ആൾ. ദൈവത്തിലാണ് ഹാർമണി ഉള്ളത്. അപ്പോൾ ദൈവത്തെ കൊണ്ട് കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹാർമണി അത്ര ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല. അസമയം നമ്മുടെ നിരന്തരമായ ശ്രദ്ധ ആവശ്യമുണ്ട്. അതിപ്പോൾ നമുക്കറിയാമല്ലോ, മ്യൂസിക്കൽ കൺസേർട്ട് നടക്കുമ്പോൾ ഇടയ്ക്കൊരു അശ്രദ്ധമായിട്ട് അവിടെ പല്ലിയാണോ എന്ന് നോക്കാൻ പോകാൻ പറ്റില്ല ഒരാൾക്ക്. തീരുന്നത് വരെ വളരെ ശ്രദ്ധയോടെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു കുടുംബത്തിൽ അതാണ്. സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞത്. ആ ഒരു തിയറിറ്റിക്കൽ നോളജും കൂടെ വന്നപ്പോ ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ടോപ്പിക് ഇച്ചിരി കൂടെ വൈഡൻ ചെയ്ത് കിട്ടി. ഇന്നത്തെ ജനറേഷനിൽ എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു കെമിസ്ട്രി, ഈ ഒരു മാജിക് ഒന്ന് മനസ്സിലാക്കി കിട്ടിയാല്, ആ ഒരു സിമ്പിൾ ടെക്നിക്ക് അതൊന്ന് കിട്ടാനാണ്. അത് ആർക്കും അറിയില്ല ഇങ്ങനെ അക്സെപ്റ്റൻസ് ആണെന്നുള്ളതും. മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാന്നല്ല, നമ്മൾ ആദ്യം തെറ്റ് തിരുത്തുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കുറവ് നികത്തപ്പെടുത്തുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത്. യെസ്, എന്താണെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതൽ ആഴത്തില് നമുക്ക് അപ്പുറത്ത് ഒരു ഗസ്റ്റ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ടോജൻ ചേട്ടനും മീനു ചേച്ചിയുടെ അടുത്ത് നമുക്ക് അവരിലേക്ക് പോകാം. ഹായ് ടോജൻ. ഹായ് മീനു. താങ്ക് യു മനു. താങ്ക് യു എൽറിയ. പ്രഭാഷകൻ 25:1. എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം,
ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി ഇനി എങ്ങാനും ഞാൻ വെപ്രാളപ്പെട്ട് എന്തായാലും തെറ്റിച്ചെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ നോക്കി വായിച്ചത്. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിതിൽ ഒരു ടോപ്പിക് എടുത്തിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത് വിദ്യ റയനാണ്. ചേച്ചി ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. ചേച്ചി ഇപ്പോൾ അവിടെ ഒരു സ്കൂളിൽ റിലിജൻ എന്ന സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. ചേച്ചിക്ക് 2 കുട്ടികളാണ്. ചേച്ചി തിയോളജിയിൽ മാസ്റ്റേഴ്സും ലൈസൻഷ്യേറ്റും എടുത്തിട്ടുണ്ട്. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ചേച്ചി? ഞാൻ ഇന്റർനാഷണൽ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാരേജ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓസ്ട്രേലിയയിൽ. അവിടെ 8 വർഷം ഉണ്ടായിരുന്നു ഞാൻ. മാസ്റ്റേഴ്സ് 5 വർഷവും ലൈസൻസ് 3 years. ഓക്കെ. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി വി വെൽക്കം യു ടു ദിസ് പ്രോഗ്രാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞ ആ 3 എണ്ണത്തിൽ ഒന്ന് ഭാര്യ ഭർത്തൃ ലയം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ വർക്ക് ഇൻ ഹാർമണി. അതിനെപ്പറ്റി ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഓക്കെ. ഹാർമണി ഓർ യൂണിറ്റി ബിറ്റ്വീൻ ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഈ ലയം എന്ന് പറയുന്നത് ആദ്യം എങ്ങനെയായിരുന്നു? ഇൻ ദ ബിഗിനിങ്, ലൈക്ക് ജെനസിസിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? അതന്നെ, ഉൽപ്പത്തിയിൽ. ഇറ്റ് വാസ് പെർഫെക്റ്റ്. God made man and woman, Adam and Eve, in his own image. He made them, he created them. അപ്പോൾ അന്ന് പെർഫെക്റ്റ് ഹാർമണി, പെർഫെക്റ്റ് യൂണിറ്റി ആയിരുന്നു. അത് എങ്ങനെയായിരുന്നു ആ യൂണിറ്റി? വൈ വാസ് ദാറ്റ് യൂണിറ്റി ദെയർ? അത് അവർ ദൈവത്തോട് യൂണിറ്റി ഉണ്ടായിരുന്ന കാരണമായിരുന്നു അവരുടെ ഒരു യൂണിറ്റി. അപ്പോൾ അത് ഒറിജിനൽ സിൻ വന്നപ്പോൾ ആ യൂണിറ്റിയും ബ്രേക്കപ്പായി. ഇനി ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച് നമ്മളോട് ഈ യൂണിറ്റിലേക്ക് വരാൻ പറയുന്നത്. ഐ മീൻ ചാലഞ്ചാണ്. നമ്മൾ ആഫ്റ്റർ ദ ഒറിജിനൽ സിൻ we are just humans. We are just humans. So after the original sin, it is a hard work to get to this unity. നമ്മൾ ശരിക്കും നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു കഴിവും കൊണ്ടോ കപ്പാസിറ്റിയും കൊണ്ടോ ഈ യൂണിറ്റിയോ ഈ ഹാർമണിയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മളുടെ എല്ലാ ദിവസവും, ഇപ്പോൾ എൻ്റെ കല്യാണം ഇപ്പോൾ 15 years ആയി. എനിക്ക് 2 മക്കളുണ്ട്. ഒരാൾ 13 years old, ഒരാൾ 9 years old. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് റയൻ, ഹീസ് മൈ ഹസ്ബൻഡ്. അപ്പോൾ ഞങ്ങൾ 2 പേരും ആദ്യത്തെ 5-6 വർഷങ്ങൾ, ഇപ്പോൾ എൻ്റെ പപ്പ പറയായിരുന്നു, എൻ്റെ ഫാദർ പറയായിരുന്നു, നിങ്ങൾ 2 പേരും റഫ് സ്റ്റോൺസിനെ പോലെയാണ്. അപ്പോൾ ആദ്യത്തെ 5-6 വർഷം കുറച്ച് തട്ടിലും മുട്ടിലൊക്കെ ഉണ്ടാവും, കുറച്ച് ഒരകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും ഒരഞ്ഞ് സ്മൂത്ത് ആവുമ്പോഴാണ് നിങ്ങൾ ശരിക്കും പഠിക്കുക എങ്ങനെയാണ് ഒരുമിച്ച് ഒരു യൂണിറ്റിയിലേക്ക് വന്നത്. അത് കുറച്ച് നാളെടുക്കും. ഇറ്റ്സ് നോട്ട് സോ ഈസി. ഇപ്പോൾ പറഞ്ഞ ചേച്ചിയുടെ ഫാദർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ബ്രദർ തോമസ് പോളാണ്. അപ്പോൾ ഇതിനു മുമ്പും ഇവിടെ ഞങ്ങളോടൊപ്പം എപ്പിസോഡൊക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ചേച്ചി പറഞ്ഞു. സോ ഇറ്റ് ഈസ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. നമുക്ക് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്, നമ്മൾ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. ആൻഡ് 2 ഇൻഡിവിജ്വൽ ഒരുമിച്ച് വരുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് 2 പെണ്ണുങ്ങളോ 2 ആണുങ്ങളോ, ഒരു ആണും ഒരു പെണ്ണും ഒരുമിച്ച് വരുമ്പോൾ അവരുടെ ക്യാരക്ടർ, എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്, എവറിത്തിങ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഒരു മാരിഡ് ലൈഫിലേക്ക് നമ്മൾ എങ്ങനെ ആ യൂണിറ്റി ബ്രിങ് അബൌട്ട് ചെയ്യണേ, അതെങ്ങനെയാണ് ഒരു ഹാർമണിയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ലൈസൻഷ്യറ്റ് തീസിസ് ഞാൻ തിയോളജി ഓഫ് ദ ബോഡി, നമ്മുടെ സെയിൻറ്റ് ജോൺ പോൾ II മാർപ്പാപ്പയുടെ തിയോളജി ഓഫ് ദ ബോഡിയാണ് ഒരു തീമായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇറ്റ്സ് കോൾഡ് ദ പേഴ്സണലിസ്റ്റിക് നോർം. പേഴ്സൺസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഒരു പേഴ്സണിനെ, ഒരു വ്യക്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളൊരു ഫിലോസഫറും കൂടിയായിരുന്നു. അപ്പോൾ അത് കാരണം അത് ഒരു ലോജിക്കൽ ഒരു കോൺസെപ്റ്റാണ്. വേറൊരു വ്യക്തിനെ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ യൂസിന് വേണ്ടിയോ നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടി ആയിരിക്കരുത്. വി ഷുഡൻറ്റ് ട്രീറ്റ് അനദർ പേഴ്സൺ ആസ് എൻ മീൻസ് ടു എൻ എൻഡ്. നമ്മുടെ ഒരു ആവശ്യത്തിന്, നമ്മുടെ ആഗ്രഹം ചെയ്യാൻ വേണ്ടി ആയിരിക്കരുത്. നമ്മളത് പലപ്പോഴും ചെയ്തു പോവാറുണ്ട്. വെരി ഓഫ്റ്റൻ നമ്മളത് ചെയ്തു പോവാറുണ്ട്. അപ്പോൾ അൺകോൺഷ്യസ്ലി നമ്മൾ അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ. അപ്പോൾ അതൊരു ബേസിക് പ്രിൻസിപ്പിളാണ്. പക്ഷേ ആ പ്രിൻസിപ്പിളായാലും നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ കുറച്ച് ട്രൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും, സിൻസ്
വി ആർ ജസ്റ്റ് ഹ്യൂമൻസ്, വി മേക്ക് മിസ്റ്റേക്സ്. നമ്മൾ കുറേ തെറ്റുകൾ ചെയ്യും, നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാനും റയനും കുറേ നാളിങ്ങനെ, ഞങ്ങളും അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് കപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വി കീപ് ട്രൈങ്. നമുക്ക് കുടുംബ പ്രാർത്ഥന എത്തിക്കാം റയൻ, അല്ലെങ്കിൽ നമ്മൾ കുർബാനയ്ക്ക്, ഇന്നിപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം എന്ന് തീരുമാനിക്കുക. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഭയങ്കര തണുപ്പ് കാലമായിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷെ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളെ കാണുമ്പോൾ അവർക്ക് ഒരു കൺവിക്ഷൻ ഉണ്ട്, ഓർ അറ്റ്ലീസ്റ്റ് ഉള്ളിലൊരു ബോധ്യമുണ്ട്, ഞങ്ങളുടെ പേരൻസ് ഫെയ്ത്തിലാണ് വളരുന്നത്, വിശ്വാസത്തിലാണ് വളരുന്നത്. അപ്പോൾ അവർ ഞങ്ങളെ ആ ഒരു ഹാർമണി എപ്പോഴും അവർ കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ ഒരച്ചിലും പൊരിച്ചിലും സംഭവിച്ചാലും അവർക്കറിയാം ഈ കുടുംബജീവിതം ശരിക്കും ഒരു ഹാർമോണിയസ് കുടുംബജീവിതമാണെന്ന്, അവർക്ക് സ്നേഹം എന്തായാലും ഉണ്ടാവുമെന്ന്. അത് അവർക്ക് അത് ബോധ്യമുണ്ട്. അപ്പോൾ ചില ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു മാരിഡ് ലൈഫിലേക്ക് കയറുമ്പോൾ നമുക്ക് പല എക്സ്പെക്റ്റേഷൻസ്, ചില ആൾക്കാർ ഇവിടെ ഇന്ത്യയിലൊക്കെ പറയും, എനിക്ക് അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല, എനിക്ക് ആരായാലും കിട്ടിയാൽ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ക്യാൻ അക്സെപ്റ്റ് എനിബഡി. പക്ഷെ നമ്മൾ ആ മാരിഡ് ലൈഫിലേക്ക് കയറുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ പെരുമാറണേ, അയ്യോ അതെന്താ ഇങ്ങനെ ചെയ്യണേ, ചായയിൽ മധുരം കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഇവിടെയാണോ തുണികൾ ഇടണേ. നമ്മൾ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങൾ കാരണം നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും, അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു എക്സ്പെക്ടേഷൻ വരും. അപ്പോൾ അത് again we have to come back to this principle and say accept the inacceptable. അപ്പോൾ അതും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. ഐ മീൻ പേഴ്സണൽ പ്രെയർ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എന്താ പറയുക, ഒരു റെസിപ്പിയിലേക്കുള്ള ഒരു ഇതാണ്, ഒരു ഗുഡ് റെസിപ്പി. അത് തന്നെ. ബിക്കോസ് ഇൻഡിവിജ്വലി ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഫോം ചെയ്യണില്ലെങ്കിൽ, ദൈവത്തോട് ഫോം ചെയ്യണില്ലെങ്കിൽ, വി കനോട്ട് ഹാവ് ദാറ്റ് horizontal relationship to our husband or wife. Our vertical relationship clear ആവുമ്പോൾ there is a grace flowing through that relationship which emanates from us to our kids, to our spouses. അപ്പോൾ ആ ഗ്രേസിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ്. ആ ഗ്രേസ് വരുമ്പോൾ ബാക്കിയെല്ലാം കർത്താവിന്റെ കൃപയുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാം നടക്കുള്ളൂ. അത് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ അംഗീകാരം കൊടുക്കുക, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് കൊടുക്കുക ഭർത്താവും ഭാര്യയോടും, അത് ചില നേരത്ത് ബിക്കോസ് ഓഫ് ആ പ്രൈഡ് പറ്റിയെന്ന് വരില്ല. അഗൈൻ വി നീഡ് ദ ഗ്രേസ് ടു ബി ഹംബിൾ. താങ്ക് യു വെരി മച്ച്. ഇത് പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. തീർച്ചയായും നിങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിന് എന്നുള്ള കൃപ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ലിങ്ക് കട്ടായി കഴിഞ്ഞാലേ ബാക്കിയുള്ള പ്രശ്നം വരുള്ളൂ. ആ റേഞ്ച് പിടിച്ചോളുക, ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ താങ്ക് യു വെരി മച്ച്. സോ ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു ദോജൻ ആൻഡ് മീനു. ശരിക്കും അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് പ്രാർത്ഥനയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ഇതിലൊക്കെ ആക്റ്റീവായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുറവുകളൊക്കെ, അല്ലെങ്കിൽ മറ്റു ജീവിത പങ്കാളിയെ അക്സെപ്റ്റ് ചെയ്യാൻ, ആ പങ്കാളിയിലുള്ള കുറവുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പ്രാർത്ഥനകളായിരിക്കും. ഒരു പക്ഷേ ഭയങ്കര വേറൊരു ഡിഫറെന്റ് ഇൻപുട്ട് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചു. ഇനി ജെർനേഷൻ എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഓവർ ടു ഫിലിപ്പൈൻസ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭാര്യാഭർത്തൃ ലയം വളരെ മനോഹരമായിട്ട് ജോർജ് ഗ്ലോറിയ ചേട്ടനും ലിസിച്ചയൊക്കെ വളരെ മനോഹരമായിട്ട് ഈ ഭാഗത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ പറഞ്ഞത് എനിക്ക് ഉറപ്പാണ്. എങ്കിലും ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉറപ്പായിട്ടും കമ്പാരിസൺ ആണ് ഈ ആദ്യം നമ്മൾ മാറ്റിവെക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം. ഈ ഒരു ലയം സംഭവിക്കണമെങ്കിൽ എല്ലാവർക്കും ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അവരുടെ ബാല്യം മുതലും കൗമാരം മുതലൊക്കെ എങ്ങനെ ആവണം തൻ്റെ ഭാവി വരൻ അല്ലെങ്കിൽ വധു എന്നുള്ളത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല കേട്ടോ, റിയാലിറ്റി മാത്രമേ ഉള്ളൂ. കല്യാണം വരെ എക്സ്പെക്റ്റേഷൻസിന് വേണ്ടിയുള്ള സാധ്യതകൾ നിൽക്കുന്നുള്ളൂ. അതിനുശേഷം ഇതെല്ലാം റിയാലിറ്റിയാണ്.
നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വേറെ ആളാണെങ്കിൽ പറയുമല്ലോ, ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇന്ന പോലത്തെ ആളായിരുന്നു, എനിക്ക് കിട്ടി. ഒരു കാര്യമില്ല. പരാതികൾ ഒഴിവാക്കി കിട്ടിയ ആളെ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിച്ച് സ്നേഹിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ നിന്ന് മാത്രമേ വിശുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളൂ. അതിൽ നിന്ന് മാത്രമേ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നുള്ളൂ. കർത്താവ് എനിക്ക് തന്നത് ഇതാണ്, ഇത് ഞാൻ പൂർണ്ണ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ഇതിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. കിട്ടാതെ പോയതിനെ ഓർത്ത് പരിതപിക്കുകയും വിലപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ നിരാശയ്ക്ക് മാത്രമേ പിന്നെ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് കമ്പയർ ചെയ്യരുത്. കമ്പാരിസൺ ഒരിക്കലും ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നടത്തരുത്. അതിനോട് മുന്നിൽ ദുരന്തം ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ സാധ്യത ഉണ്ടാവുന്നില്ല. കാരണം എനിക്ക് ഇന്ന പോലെ ആളെയായിരുന്നു ഇഷ്ടം, ഇനി മറ്റേ ആളുടെ ഭർത്താവിന് നോക്കൂ, അയാൾ ചെയ്യുന്നത് കൊണ്ടോ അയാളല്ലല്ലോ ഇയാൾ. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഭാര്യ, ആ ഭാര്യ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നു, ഈ ഭാര്യ ഇങ്ങനെ, എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ അങ്ങനെയാണ്. കൂട്ടുകാരൻ്റെ ഭാര്യ അല്ലല്ലോ വീട്ടിലിരിക്കുന്നത്. അതാണ് ആദ്യത്തെ പാഠം. കമ്പാരിസൺ നിങ്ങൾക്ക് 0 ആണ് വീട്ടിൽ. അവിടെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. രണ്ടാമത്തെ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു കമൻ്റ് ഉണ്ട് ഈ കൗൺസിലിംഗ് റൂമിലൊക്കെ വരുമ്പോൾ, വർക്കൗട്ട് ആവുന്നില്ല ചാ, കോമ്പാക്റ്റ് അല്ല, അതുകൊണ്ട് ഇത് മുമ്പോട്ട് പോകുന്ന എനിക്ക് സംശയമുണ്ട്. കല്യാണം കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞ് പറയുന്നത് വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളത്, അല്ല കോമ്പാക്റ്റ് അല്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ വർക്കൗട്ട് ആവുക, കോമ്പാക്റ്റ് ആവുക, ഒരു ലെയർ സംഭവം, ഇതൊരു പ്രോസസ്സാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 4-5 വർഷമൊക്കെ മിനിമം വേണ്ടി വരും ഈ ഒരു ലയമൊക്കെ എത്തിച്ചേരാൻ. അതിനിടയ്ക്ക് പലപ്പോഴും 1-2 കുഞ്ഞുങ്ങളൊക്കെ ആവുകയും ചെയ്യും. ശരിക്കും ഒരു നല്ല ലയത്തിലേക്കും ശരിക്കും ഒരു പൂർണ്ണ ഒരു സ്നേഹത്തിലേക്ക് വരാൻ 5-6 വർഷമൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കി അംഗീകരിച്ച് വരുന്നത്. വേറെ കാര്യമുണ്ട് കേട്ടോ, അംഗീകരിച്ച് വരുമ്പോഴാണ് പുതിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളും ഓരോ കുറവുകളും വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. കല്യാണം, വിവാഹ ജീവിതം മുൻപോട്ട് സമാധാനത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ട് വർക്കൗട്ട് ആവുന്നില്ല, കോമ്പാക്റ്റ് ആവുന്നില്ല, എന്നാൽ പെട്ടെന്നുള്ള പരാതികൾക്കൊക്കെ കുടുംബജീവിതത്തിൽ യാതൊരു സാധ്യതയും കാണുന്നില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പറയാറില്ലേ, ദർ ഇസ് നോ പെർഫെക്റ്റ് മാൻ, ദർ ഇസ് നോ പെർഫെക്റ്റ് വുമൺ, ദെർഫോർ ദർ ഇസ് നോ പെർഫെക്റ്റ് കപ്പിൾസ്, സോ ദർ ഇസ് നോ പെർഫെക്റ്റ് ഫാമിലി ടു. ഒരു ഫാമിലിയും പ്രശ്നങ്ങളില്ലാത്ത ഫാമിലി കുടുംബങ്ങളില്ല. അങ്ങനെയെങ്കിൽ ആ വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യരല്ല. അതാദ്യം മനസ്സിലാക്കിയിരിക്കുക. ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളില്ലാത്ത കുടുംബം ഇല്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഇക്കാര്യത്തിൽ, ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പുറത്ത് പറയാതിരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിനോട് ആദ്യം പറ, കർത്താവിന് ചാൻസ് കൊടുക്ക്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പുറത്തു പോയവരും പ്രശ്നം എന്താ, ഒരു പ്രശ്നം ഉണ്ടായി ഓടുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് പറയുന്നു, സ്വന്തക്കാരിലൊക്കെ പറയുന്നു. ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇല്ലാതായി തീരും. നിങ്ങൾ തമ്മിലൊന്ന് സ്നേഹിച്ചും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ കാണും. പക്ഷേ നിങ്ങളിത് 10 പേരോട് പറഞ്ഞ് നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടാലും നിങ്ങളുടെ ഇടയിൽ പരിഹരിക്കപ്പെട്ടാലും പുറത്ത് ആ പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. ബാക്കി എല്ലാവരും നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയോ ആ കണ്ണോടെ കാണുന്നുള്ളൂ. ആ പ്രശ്നക്കാരൻ അല്ലെ ആ പ്രശ്നക്കാരി, ആ കുഴപ്പക്കാരനെതിരെ കാണുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ സംസാരിക്കുക, കർത്താവിനോടൊപ്പം സംസാരിക്കുക. നിങ്ങൾ പുറത്ത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ ദയവ് ചെയ്ത് ആദ്യ സമയങ്ങളിൽ പോകാതിരിക്കുക. ഒട്ടും പറ്റാത്ത സാഹചര്യങ്ങൾ വന്നാൽ ഉറപ്പായിട്ട് പോയി അറിവുള്ളവരിൽ നിന്നും ദൈവഭയമുള്ളവരിൽ നിന്നും നമ്മൾ സഹായം സ്വീകരിക്കണം, അതല്ല പറഞ്ഞത്. പക്ഷേ പുറത്ത് അധികം പേരറിയാതിരുന്നാൽ കാര്യങ്ങൾക്ക് സമാധാനപരമായ തീരുമാനം ഉണ്ടാക്കാൻ പെട്ടെന്ന് സാധിക്കും. അതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു 4മത്തെ പ്രധാനപ്പെട്ട കാര്യം, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് മാക്സിമം കല്യാണത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ കുറയ്ക്കാമെങ്കിൽ നിങ്ങൾക്ക് സമാധാനപരമായ ഒരു ലയത്തിൽ കുടുംബജീവിതം കെട്ടിപ്പൊക്കാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉദ്ദേശിച്ച് പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടുകാർ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയോ 2 പേരുടെയും ആകട്ടെ, ദയവ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചന്മാരെ അമ്മച്ചമാരെ, നിങ്ങളുടെ മക്കളെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ അവർക്കൊരു സ്പേസ് കൊടുക്കുക. എല്ലാ കാര്യങ്ങൾക്കും നുഴഞ്ഞു കയറാതെ, എല്ലാ കാര്യങ്ങൾക്കും ഇടപെടാതെ. ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ട് മകളും അവളുടെ വീട്ടിലെ അമ്മയും റണ്ണിങ് കമൻട്രി പോലെയാണ്. വീട്ടിൽ നടക്കുന്ന രാവിലെ നടക്കുന്ന വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഫോണിലോട് വിളിച്ചു പറയുന്നത് റണ്ണിങ് കമൻട്രി പോലെ. എല്ലാ മിനിറ്റുകൾക്കും ഇന്ന് എന്നാ കഴിച്ചു, അവിടെ പോയി ദയവ് ചെയ്ത് ആ സംസാരം തന്നെ ആ കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് പറയേണ്ട കാര്യങ്ങളല്ല പ്രിയപ്പെട്ട സഹോദരിമാരെ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മകൻ്റെ കാര്യങ്ങളിൽ അപ്പനും അമ്മ ഇടപെടേണ്ട ആവശ്യമില്ല. മരുമകളുടെ കാര്യങ്ങളിൽ അമ്മായിപ്പനും അമ്മായിയും ഇടപെടേണ്ട ആവശ്യമില്ല. അവർക്ക് സ്പേസ് കൊടുക്കുക, അവരെ യാത്ര അനുവദിക്കുക, അവർ ഒറ്റയ്ക്കിരിക്കാൻ അനുവദിക്കുക, അവരുടേതായ തീരുമാനങ്ങളെടുക്കാൻ അനുവദിക്കുക. അവർ തെറ്റിപ്പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. അവർ തെറ്റ് ചെയ്തും ചെറിയ വീഴ്ചകളുടെ അവർ പഠിക്കട്ടെ ജീവിതം എന്താണെന്ന്. അപ്പോൾ അവർക്ക് കൂടുതൽ വെളിച്ചം ഉണ്ടാവും, കൂടുതൽ തെളിമയുണ്ടാവും. അതുകൊണ്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്, പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ കൂട്ടുകാരുടെ, ആൺപിള്ളേരുടെ, ബാക്കി കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കണം.
അവരോടൊപ്പമുള്ള യാത്രകളൊക്കെ ഒന്ന് കുറച്ച് ഒരല്പമൊക്കെ ക്രമീകരിച്ച് ഭാര്യയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റണം. ഭാര്യയും അതുപോലെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ വിട്ടുമാറി ഈ കുടുംബത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ, ഒന്ന് ഇമ്മേഴ്സ് ആവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തണം. അവസാനമായിട്ട് ഈ ഭാര്യാഭർത്തൃ ലയത്തിൽ നമ്മൾ തീർച്ചയായും സംസാരിക്കേണ്ട ഭാഗം സെക്സിൻ്റെ ഭാഗമാണ്, ഒരു ലൈംഗികതയുടെ ഭാഗമാണ്. പലപ്പോഴും വേണ്ടത്ര നല്ല അറിവുകളില്ലാതെ പലപ്പോഴും സീനിയേഴ്സിനും എൽഡേഴ്സിൽ നിന്നൊക്കെ കിട്ടുന്ന, സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന ചില പൊട്ട അറിവുകളും കണ്ട ചില പോൺ മൂവീസോ തുണ്ടുപടങ്ങളിലൊക്കെ പറയുന്ന പോലെയുള്ള അല്ലെങ്കിൽ ചില മഞ്ഞ പുസ്തകങ്ങളൊക്കെ വായിച്ച് കിട്ടിയ അറിവുകളൊക്കെ ആയിട്ട് വികലമായ അറിവുകളൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്. അത് തന്നെ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാവും. ശരിയായ സ്ഥലത്ത് നിന്ന് ശരിയായ അറിവ് നേടുക. എനിക്ക് തോന്നുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം ജോൺ പോൾ രണ്ടാമൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിട്ട് ആദ്യമായിട്ട് തിരിച്ച് പോളണ്ടിലേക്ക് തിരിച്ചു വരികയാണ്. പോളണ്ടിൽ അദ്ദേഹത്തിന് അപ്പനും അമ്മയും താമസിച്ച് വീട്ടിൽ വരികയാണ്. അപ്പനും അമ്മയും താമസിച്ച് വീട്ടിൽ വന്നപ്പോൾ അമ്മ ബാല്യത്തിൽ മരിച്ചുപോയതാണ്, അപ്പൻ യുദ്ധകാലഘട്ടത്തിൽ മരിച്ചുപോയി, സഹോദരൻ മരിച്ചു, പിന്നെ ആരുമില്ല. ഇദ്ദേഹം ആ പഴയ വീട് നടന്ന് കാണുകയാണ്. പെട്ടെന്നൊരു മുറിയിലെത്തിയപ്പോൾ അദ്ദേഹം മുട്ടുകുത്തി നിലം ചുംബിച്ചു, കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, പ്രാർത്ഥനാ നിമഗ്നനായി. അപ്പോൾ പത്രപ്രവർത്തകൻ ചോദിച്ചു, ഇത് നിങ്ങളുടെ പ്രാർത്ഥനാമുറിയായിരുന്നോ പിതാവേ? പിതാവ് പറഞ്ഞു, പ്രാർത്ഥനാമുറി ആയിരുന്നില്ല, ഇതെൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ബെഡ്റൂമായിരുന്നു, അവരുടെ കിടപ്പുമുറിയായിരുന്നു, അവരുടെ കട്ടിലായിരുന്നു ഞങ്ങളുടെ അൾത്താര, ആ അൾത്താരയിൽ ഉണ്ടായ കുഞ്ഞാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, അതാണ് ഇതിൻ്റെ പ്രാധാന്യം, സെക്സിൻ്റെ ലൈംഗികതയുടെ പ്രാധാന്യം. നിങ്ങളുടെ കിടപ്പുമുറി നിങ്ങളുടെ അൾത്താരയാണ്, വിശുദ്ധ കുരിശാണ്, വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് തുല്യമായ പരിശുദ്ധി വേണ്ട സ്ഥലമാണ് നിങ്ങളുടെ കിടപ്പറ. ആസക്തിയോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ ദമ്പതിയോ നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയോ നിങ്ങൾ സ്പർശിക്കാതിരിക്കട്ടെ. പരിശുദ്ധമായ നിർമ്മലമായ സ്നേഹത്തോടെ ആവട്ടെ നിങ്ങൾ ലൈംഗിക ജീവിതം തുടരുന്നതും ഒടുങ്ങുന്നതും എല്ലാം. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭാര്യാഭർത്തൃലയം ഏറ്റവും മനോഹരമായി വചനം പറയുന്ന പോലെ വിശുദ്ധമാക്കാൻ പറ്റും. നമുക്കൊരു നിമിഷം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഒന്നു ചേർന്ന് ഈ നിമിഷം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹ ജീവിതം ആരംഭിച്ചിരിക്കുന്ന പുതിയ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഒരു ഭാര്യാഭർത്തൃലയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ, നിർമ്മലമായ സ്നേഹം കൊണ്ട് അവർ നിറയ്ക്കണമേ. തമ്പുരാനെ, എല്ലാ റിജക്ഷൻസിൻ്റെ ഫീലിംഗ്, എല്ലാ ഹർട്ട് ഫീലിങ്സ് എല്ലാം മാറ്റി വെക്കാനുള്ള കൃപ കൊടുക്കണമേ. അവർ വലിയ സൂപ്പർ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ മാറ്റി യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കാനുള്ള വലിയ വെട്ടം കൊടുക്കണമേ, വലിയ ബോധ്യം കൊടുക്കണമേ. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ പരസ്പരം സ്നേഹിക്കാൻ, അംഗീകരിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ, പരസ്പരം വഹിച്ചു കൊണ്ടുപോകുവാനുള്ള കൃപ കൊടുക്കണമേ. പ്രത്യേകിച്ച് പല കാര്യങ്ങളോടും നോ പറയാനുള്ള വലിയ ശക്തി ഈ നിമിഷം കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ വലിയ ശക്തി ഈ നിമിഷം ആവശ്യിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇവരുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ കുഞ്ഞു മക്കളുടെ ജീവിതങ്ങളിൽ, പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നടക്കുന്ന മക്കളുടെ ജീവിതങ്ങളിൽ നല്ല ബോധ്യം വരാൻ, നിന്നെ മധ്യേ നിർത്തി നിന്നിൽ ലയിച്ചു ചേരാൻ, നിന്നിൽ ഒന്നായി തീരാൻ, ജീവിതാവസാനം വരെ നിന്റെ കരം പിടിച്ച് ആദവും ഹവ്വയും പിതാവായ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടന്നതുപോലെ, പറുദീസയിലൂടെ സ്നേഹത്തോടെ നടന്നതുപോലെ ഞങ്ങളുടെ മക്കൾ എപ്പോഴും നടക്കാൻ കാരണമാകട്ടെ. പ്രത്യേകിച്ച് ഏതെങ്കിലും കാരണത്താലൊക്കെ ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന, പിരിയുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ തമ്പുരാൻ ഈ നിമിഷം തൊടണമേ, ആ സാത്താന പ്രലോഭനത്തെ തകർത്ത് കളയണമേ. ഏതെങ്കിലും വീട്ടിലൊക്കെ മരുമകളും അമ്മായിയമ്മയോ മരുമകൻ അമ്മായിയപ്പനോ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം വലിയ കരുണ കാണിച്ച് അതെല്ലാം മായ്ച്ചു കളയണമേ, മറച്ചു കളയണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി കാവൽ നിൽക്കണമേ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അച്ഛൻ വളരെ രസകരമായിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് പ്രസന്റ് ചെയ്തത്. അച്ഛൻ്റെ ആ ഒരു ഇൻപുട്ട് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. എന്താണെങ്കിലും ഒരുപാട് ഞങ്ങൾക്ക് പേഴ്സണലി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എടുക്കാനുണ്ടായി. ഇറ്റ് ടേക്സ് എ ലോങ് വേ, വി നോ, ബട്ട് ദെൻ സ്റ്റിൽ ആ കുറവുകൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടേതായ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ നമ്മൾ ആദ്യം തിരുത്താൻ ശ്രമിക്കുക. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ഒരു റിയലൈസേഷൻ കിട്ടുകയും കൂടെ ചെയ്തു. എന്താണെങ്കിലും ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസോ ക്വയറീസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏഞ്ചൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടുന്ന നമ്പർ 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. Until then, goodbye. Thank you, uncle. Thank you, auntie.
ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം